A very good morning, all of you. Here we are moving to our module 3. As we said, we have already studied what is microcontroller, what is the difference between microcontroller and microprocessor, what are the memory organization in 8051 microcontroller, and the instruction set in 8051 microcontroller, etc. Now we are moving to the serial communication methods of 8051 microcontroller. So, to achieve serial communication, we have to study RS-232 protocol basics. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ തന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷനുണ്ട്, പാരലൽ കമ്മ്യൂണിക്കേഷനുണ്ട്. ഓക്കെ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെൻഡറും ഒരു റിസീവറും ആയിരിക്കും ഉണ്ടാവുക. പാരലൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുന്ന സമയത്ത് ഒരു സെൻഡറും ഡിഫറെൻറ്റ് റിസീവേഴ്സും ആയിരിക്കും. അതായത് ഒരു സോഴ്സിൽ നിന്നും ഡിഫറെൻറ്റ് മീഡിയത്തിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതാണ് പാരലൽ. ഒരു സോഴ്സും ഒരു ഡെസ്റ്റിനേഷനും ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഒറ്റൊരു മാർഗം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനെയാണ് എന്ത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അതിന് നമ്മൾ ടെലിഫോണൊക്കെ നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നോർമൽ ടെലിഫോൺ നമ്മൾ ഒരു സമയത്ത് ഒരാളെയല്ലേ വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സെൻഡറും ഒരു റിസീവറും മാത്രമുള്ള ആ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് എന്തെന്ന് പറയുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് അതിനാവശ്യമായ എക്യുപ്മെൻസും അതിന് വേണ്ട മീഡിയം ഒക്കെയാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോക്കോളാണ് RS-232 എന്ന് പറയുന്നത്. RS-230 ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക് ടു ഇൻ്റർഫേസ് എക്സ്റ്റേണൽ എക്യുപ്മെൻറ്റ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. നമ്മളുടെ സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്, ഒരു പ്രോട്ടോക്കോളാണ് RS-232 എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് ഇൻഡസ്ട്രി അസോസിയേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി അസോസിയേഷൻ ചേർന്നിട്ടാണ്. ദെൻ ഇതിനകത്ത് നമ്മൾ പറയപ്പെടുന്ന ടെക്നിക്കലി പറയപ്പെടുന്ന രണ്ട് ടേംസാണ് DTE ആൻഡ് DCE. DTE എന്നാൽ ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ് ആൻഡ് DCE എന്നാൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റിംഗ് എക്യുപ്മെൻറ്റ് ഓർ ഡാറ്റ സെക്യൂർ ട്രെയിനിങ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഈ DTE എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കമ്പ്യൂട്ടറായിട്ട് DTEക്ക് ഒരു എക്സാമ്പിളാണ് നമ്മളുടെ കമ്പ്യൂട്ടർ, DCEക്ക് എക്സാമ്പിളാണ് മോഡം. അപ്പോൾ നമ്മുടെ സിസ്റ്റം നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താണ് മോഡം ഉണ്ട്. അപ്പോൾ ഈ മോഡത്തിനെ നമ്മൾ DCE എന്നും കമ്പ്യൂട്ടറിനെ DTE എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ തമ്മിലുള്ളൊരു കണക്ഷൻ പോസിബിൾ ആക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് RS-232 ആണ്. അതായത് ഇതിനിടയ്ക്കുള്ള സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് RS-232 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഈ 1960s നമ്മുടെ RS-232 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്ന നോക്കൂ, ഇവിടെ DTE ആൻഡ് DCE തമ്മിൽ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കുക. DTE എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിറ്ററാണ്, അതായത് അയക്കുന്ന ആളാണ്. DCE എന്ന് പറഞ്ഞാൽ റിസീവറാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിറ്ററും റിസീവറും അതുപോലെ വൈസ് വേഴ്സ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും സിഗ്നൽസ് വരണം. ഓക്കെ, അതിനിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം അല്ലെങ്കിൽ പ്രോട്ടോക്കോളാണ് RS-232 എന്നുള്ളത്. വളരെ ഓൾഡ് ടെക്നോളജിയാണ്, പക്ഷേ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് RS-232 എന്നുള്ളത്. Then RS-232 uses serial communication where one bit of data is sent at a time on a single data line. Okay, നമ്മൾ പറഞ്ഞ നേരത്തെ സീരിയൽ കമ്മ്യൂണിക്കേഷനും പാരലൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു സെൻഡർ ടു റിസീവർ ആണ് സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. പാരലൽ കമ്മ്യൂണിക്കേഷനിൽ വൺ സെൻഡർ ടു മെനി റിസീവർ ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് 232 എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് 1 ബിറ്റ് ഓഫ് ഡാറ്റയാണ് ഒരു സമയത്ത് ഒരു ഡാറ്റ ലൈനിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ പാരലൽ കമ്മ്യൂണിക്കേഷനിൽ മൾട്ടിപ്പിൾ ബിറ്റ്സ് ഓഫ് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു മൾട്ടിപ്പിൾ ഡാറ്റ ലൈൻസിലൂടെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാരലൽ കമ്മ്യൂണിക്കേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡാറ്റ ലൈൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വയേഴ്സ് റിക്വയർഡ് ടു മേക്ക് ഫുൾ ഡിപ്ലെക്സ് ഡാറ്റ ട്രാൻസ്മിഷൻ വിൽ ബി വെരി ലെസ്. ഫുൾ ഡിപ്ലെക്സ്, ഹാഫ് ഡിപ്ലെക്സ് ഒക്കെ നമുക്കറിയാം. ഫുൾ ഡിപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വൺ വേ മാത്രം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹാഫ് ഡിപ്ലെക്സ് എന്നും, ഒരു സമയത്ത് വൺ വേ. സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ,
ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും പറയാം, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും പറയാം. പക്ഷെ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും പറയാൻ പറ്റും. ഇപ്പോൾ വോക്കി ടോക്കി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലീസായിട്ട് നിങ്ങൾക്ക് അറിയാം, ഒരാൾ പറഞ്ഞു കഴിഞ്ഞ് ഓവർ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റിപ്ലൈ കൊടുക്കുന്നത്. അതിനർത്ഥം സെയിം ടൈമിൽ രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും പറയാം ഒരാളുടെ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അറ്റ് എ ടൈം ഒരാൾക്ക് അതിനകത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ഫോണൊക്കെ ആണെങ്കിൽ ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വരുന്ന സമയം തന്നെ പറയാം. അങ്ങനെ ഈ ഫുൾ ഡ്യൂപ്ലെക്സിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വയേഴ്സ് റിക്വയർഡ് ഇൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ലെസ് ആസ് കമ്പയർഡ് ടു പാരലൽ കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ പോലെ തന്നെ ഇവിടെ നമ്മൾ അതിൻ്റെ റിയൽ ടൈം ആണ് DTE എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറും DCE എന്ന് പറഞ്ഞ മോഡവുമാണ്. അത് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, സിഗ്നൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് RS-232 പ്രോട്ടോക്കോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ RS-232 എന്ന് പറയുന്ന ബേസിക് പ്രോട്ടോക്കോൾ നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ DTEയും DCEയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. DCE എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ടൈമിൽ വരുമ്പോൾ കമ്പ്യൂട്ടറും, DCE എന്ന് പറയുന്നത് മോഡവുമാണ്. ഓക്കെ, 1960s ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഹൗ RS-232 വർക്ക്സ്, എങ്ങനെയാണ് RS-232 വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഇത് സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു സിംഗിൾ ഡാറ്റ ലൈൻ ഉപയോഗിച്ച് അറ്റ് എ ടൈം 1 ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RS-232 ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ട്രാൻസ്മിറ്റർ, റിസീവർ, ഗ്രൗണ്ട്, ഇങ്ങനെ 3 വയേഴ്സാണ് റിക്വയർഡ് ആയിട്ടുള്ളത്. സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഗ്രൗണ്ട് ചെയ്യാനും, അങ്ങനെ 3 വയേഴ്സാണ് RS-232 ഉപയോഗിച്ചിട്ടുള്ള 2-വേ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു DTE to DCE കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് 3 സെറ്റ് ഓഫ് വയേഴ്സാണ് വേണ്ടത്. അതാണ് നെയിമിലി RX, TX ആൻഡ് ഗ്രൗണ്ട്. ഇനി അതിനകത്ത് പറയുന്നതാണ് ഇതിനകത്ത് RS-232 അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം സിങ്ക്രണസ് ഉണ്ട്, അസിങ്ക്രണസ് ഉണ്ട്. അതെല്ലാം ക്ലോക്ക് സിഗ്നൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടാണ് സിങ്ക്രണസും അസിങ്ക്രണസും. ഇപ്പോൾ ക്ലോക്ക് സിഗ്നൽ ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് അസിങ്ക്രണസ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലോക്ക് പൾസ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇതിനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അതിന് പകരം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് സ്റ്റാർട്ട് എന്നുള്ളൊരു ബിറ്റ് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്ററിലൂടെ അത് പാസ് ചെയ്യുകയും ആ സ്റ്റാർട്ട് എന്നുള്ള ബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് 1 ലൈനിലൂടെ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ ലൈനിലൂടെ എന്ത് ചെയ്യാണ്, ഡാറ്റ പാസ് ചെയ്യുകയും ദെൻ സ്റ്റോപ്പ് എന്നുള്ള സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ബിറ്റ് എനേബിൾ ഓർ ഡിസേബിൾ ആകുന്ന സമയത്ത് എന്താണ്, ആ ട്രാൻസ്മിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് തിരിച്ച് കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും സ്റ്റാർട്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ എവിടേക്ക് വരുന്നു, റിസീവർ സൈഡിലേക്ക് വരുന്നു. ദെൻ സ്റ്റോപ്പ് എന്നുള്ള സിഗ്നൽ കിട്ടുന്നത് വരെ നമുക്ക് ഡാറ്റേനെ സിംഗിൾ ലൈനിലൂടെ ഒരു സമയത്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സിസ്റ്റമാണ് ഈ RS-232 ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് എന്നും സ്റ്റോപ്പ് എന്നും പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. ദെൻ അവിടെ ദർ ഇസ് എ ഡിലേ ഓഫ് സർട്ടൺ ടൈം ബിറ്റ്വീൻ ട്രാൻസ്മിഷൻ ഓഫ് ഈച്ച് ബിറ്റ്. ഓരോ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൻ്റെ ഡിലേ അവിടെ ഉണ്ടാകും. ആ ഡിലേ എന്ന് പറയുന്നത് നമ്മൾ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ആണ്. ആ സമയത്ത് സിഗ്നൽ എന്താണ്, ലോജിക് 1 എന്ന് സെറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മളുടെ RS-232 വരുന്ന ലോജിക് 1, ലോജിക് 0 എന്നുള്ള സ്റ്റേറ്റ് ഗ്രൗണ്ടും വോൾട്ടും ആണ്. അതായത് -12 വോൾട്ടും +12 വോൾട്ടും ആണ്. എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിലും നമുക്കറിയാം ഒരു പ്ലസ് സ്റ്റേറ്റും മൈനസ് സ്റ്റേറ്റും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് RS-232 ലോജിക് 0 ആൻഡ് ലോജിക് 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് +12 ആൻഡ് 1 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് DTEയിൽ നിന്നും സ്റ്റാർട്ട് ബിറ്റ് ടു റിസീവറിലേക്ക് പോവുകയാണ്. ട്രാൻസ്മിറ്ററിൽ അഥവാ DTEയിൽ നിന്നും സ്റ്റാർട്ട് ബിറ്റ് റിസീവറിലേക്ക് പോകുന്നു. അങ്ങനെ DCE ആ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓരോ ബിറ്റിനെയും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഈ സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 എന്നുള്ളതായിരിക്കും. അതായത്
പ്ലസ് 12 വോൾട്ട്, അതായത് മാക്സിമം ഹൈ വോൾട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ആക്റ്റീവ് ആകുന്ന സമയത്ത് 0 എന്നുള്ളൊരു ബിറ്റ് പാസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ 1 എന്നുള്ള -12 എന്നുള്ള ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് സ്റ്റോപ്പ് എന്നുള്ളത് പാസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 8 ബിറ്റാണ് അറ്റ് എ ടൈം പാസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാക്സിമം 8 ബിറ്റാണ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവിടെ ഒരു പാരിറ്റി ബിറ്റ് കൂടെ ഉണ്ട്. ആ പാരിറ്റി ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ എന്ത് ചെയ്യാം, ഡാറ്റയിലേക്ക് എടുത്തിട്ട് 8 ബിറ്റിന് പകരം മാക്സിമം 9 ബിറ്റ് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, RS-232-നകത്ത് നത്തിങ് ബട്ട് 3 വയേഴ്സ് ആണ് ആവശ്യമുള്ളത്. RX-ഉം DX-ഉം ഗ്രൗണ്ടും ആണുള്ളത്. അതുപോലെ അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ 0 എന്നും ദാറ്റ് ഈസ് പ്ലസ് 12 വോൾട്ട് ആണ് കൊടുക്കുന്നത്, ഹൈ സ്റ്റേറ്റിലായിരിക്കും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതിന് ലോ സ്റ്റേറ്റ് ആയിരിക്കും, -12 വോൾട്ട്. പക്ഷെ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ബിറ്റ് 1 എന്നുള്ളതായിരിക്കും. ഓക്കെ, നമുക്ക് മാക്സിമം ഇതിനകത്ത് പാസ് ചെയ്യാൻ പറ്റുന്നത് 8 ബിറ്റാണ്. പക്ഷെ അവിടെ ഒരു പാരിറ്റി ബിറ്റ് കൂടെ ഉണ്ട്. ഈ പാരിറ്റി ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഡാറ്റയിലേക്ക് തന്നെ യൂസ് ചെയ്തിട്ട് 9 ബിറ്റ് ഡാറ്റേനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ട് എന്നുള്ളതും സ്റ്റോപ്പ് ബിറ്റ് എന്നുള്ളതും എങ്ങനെയാണ് ഒരു ഡാറ്റ ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു 0 കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പം ഈ 0 കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അടുത്ത ബിറ്റുകൾ ഓരോ നെക്സ്റ്റ് ആയിട്ട് ഓരോ ബിറ്റുകൾ പാസ് ചെയ്യുകയും സ്റ്റോപ്പ് ബിറ്റ് കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം, ആ ബിറ്റുകൾ നെക്സ്റ്റ് ബിറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് RS-232. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് RS-232 എന്ന് പറഞ്ഞു, ഹൗ ഡസ് ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞു. ദെൻ ഇനി നമുക്ക് എന്താണ് RS-232യുടെ ലിമിറ്റേഷൻ എന്ന് നോക്കാം. RS-232-നകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നോയ്സ് ആണ്. Noise. The signal in the line highly susceptible to noise. The noise can be external or internal. Internal ആയിട്ടുള്ളതോ, അതായത് ഈ ലൈനിനകത്തുള്ളതോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ നോയ്സ് ക്യാപ്ചർ ചെയ്തിട്ടോ, അങ്ങനെ 2 രീതിയിൽ തന്നെ ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതാണ് മെയിനായിട്ട് പറയുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ RS-232 നമ്മൾ പറഞ്ഞ ഒരു ഗ്രൗണ്ട് ട്രാൻസ്മിറ്റർ റിസീവർ ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു കോമൺ ഗ്രൗണ്ട് RS-232-നകത്ത് വേണം, അതും ഒരു ലിമിറ്റേഷനാണ്. ദെൻ അടുത്ത് പറയുന്നത്, ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ബോർഡ് റേറ്റ് ആൻഡ് ലെങ്ത് ഓഫ് കേബിൾ ദർ ഈസ് എ ചാൻസ് ഓഫ് ക്രോസ് ടോക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ കേബിൾസ്. നമുക്കറിയാം ക്രോസ് ടോക്ക് നമ്മൾ ഫോണൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈയിടെയായിട്ട് റീസെൻ്റ്ലി ഇത് വളരെ കുറവാണ്. ബട്ട് ഇൻ ഏർലിയർ സ്റ്റേജ് നമ്മൾ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നത് നമുക്ക് ചില സമയത്ത് മറ്റുള്ളവരുടെ സംസാരം കേൾക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ വരുന്ന ഒരു ക്രോസ് ടോക്കിൻ്റെ എക്സാമ്പിളാണ് റേഡിയോ ചാനൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് വേറൊരു ചാനൽ കയറി വരുന്നത്. ഇതൊക്കെ ഒരു ക്രോസ് ടാക്സിന് എക്സാമ്പിളാണ്. അതുപോലെ അങ്ങനെ നടക്കുന്ന ഒരു ക്രോസ് ടോക്കിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ബോർഡ് റേറ്റും ലെങ്ത് ഓഫ് കേബിൾസും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോസ് ടോക്ക് കൂടുതലായിരിക്കും. ഈ ക്രോസ് ടോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദ കേബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കേബിളിൻ്റെ ലെങ്ത്ത് കൂടുന്തോറും നമുക്കറിയാം 2 ലെങ്ത്ത് കേബിൾസ് പാരലായിട്ട് പോകുമ്പോൾ അതെന്താണ്, മേ ബി ഇൻ ബിറ്റ്വീൻ ദ കേബിൾസ് അവിടെ കപ്പാസിറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം 2 മെറ്റാലിക് വയർ അല്ലെങ്കിൽ 2 മെറ്റാലിക് പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓർ ഇൻസുലേറ്റർ, അതാണ് എന്ത് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 പാരലൽ വയേഴ്സ് പാസ് ചെയ്യുന്ന ഒരു ലോങ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് കേബിൾസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് അവിടെ ഒരു കപ്പാസിറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചാൻസ് ഓഫ് ക്രോസ് ടോക്ക് ഒക്കർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അത് ക്രോസ് ടോക്ക് എന്നുള്ളത് RS-232-വിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. എല്ലാ കേസിലും ഇല്ല. ഇഫ് ഇൻക്രീസ് ഇൻ ദ ബോർഡ് റേറ്റ് ആൻഡ് ലെങ്ത് ഓഫ് എ കേബിൾ. അടുത്ത് വരുന്നതാണ് ഈ RS-232-ൻ്റെ വോൾട്ടേജ് ലെവൽസ് എന്ന് പറയുന്നത് നമ്മളുടെ TTL ആൻഡ് CMOS ലോജിക് ഫാമിലി ആയിട്ട് കോമ്പാക്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു എക്സ്റ്റേണൽ ലെവൽ കൺവേർട്ടർ TTL-നും CMOS-നും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവൽ കൺവേർട്ടർ RS-232-ൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് RS-232 എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് കോമൺ ഗ്രൗണ്ട്, ദർ ഈസ് എ ചാൻസ് ഓഫ് നോയ്സ് and there is a chance of crosstalk, and the voltage levels in RS-232 is not compatible with the TTL and CMOS logic families. Okay.
then important applications of RS-232. നമ്മൾ പറഞ്ഞു RS-232 1960s ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇതെന്തായിരിക്കും കുറച്ച് ഓൾഡ് മെത്തേഡാണ്. അപ്പോൾ ഇന്ന് നൗഡേയ്സ് വി ആർ റിപ്ലേസ്ഡ് RS-232 വിത്ത് സം അഡ്വാൻസ്ഡ് USB. പക്ഷേ എല്ലാ കേസിലും ഇല്ല. RS-232 ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ലെവൽസ് ഇപ്പോഴും ഉണ്ടെങ്കിലും USB ആണ് ഇപ്പോൾ നമ്മൾ RS-232നെ റിപ്ലേസ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ്ലി നമുക്ക് എന്താണ് മോഡം മൗസിലൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു. ബട്ട് നൗഡേയ്സ് RS-232 is still being used in some servo controllers, CNC machine എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോളേഴ്സ്, അതുപോലെ PLC എന്ന പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾസ്, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനകത്തൊക്കെ ഇപ്പോഴും സ്റ്റിൽ RS-232 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ RS-232 8051 സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ്. വാട്ട് ഈസ് RS-232 ആൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക്സ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് RS-232 ആൻഡ് വാട്ട് ആർ ദ മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് RS-232. ഇത്രയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.